ഹായ്, എല്ലാവർക്കും മീനു മോഹൻ PSC ടിപ്സിലേക്ക് സ്വാഗതം. ക്ലാസ്സിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവരും കൃത്യമായി ക്ലാസ് വാച്ച് ചെയ്യുകയും ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. PSCയിൽ റിപ്പീറ്റായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളെക്കുറിച്ചാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ആര്? നസ്രുദ്ദീൻ അഹമ്മദ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത് നസ്രുദ്ദീൻ അഹമ്മദ്. കൊച്ചിയിൽ നിന്നും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലുള്ള അംഗമാണ് പനമ്പള്ളി ഗോവിന്ദ മേനോൻ. കൊച്ചിയിൽ നിന്നും ഉള്ള വ്യക്തിയാണ് പനമ്പള്ളി ഗോവിന്ദ മേനോൻ. തിരുവിതാംകൂറിൽ നിന്നും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലുള്ള അംഗങ്ങളാണ് പട്ടം താണുപിള്ള, R ശങ്കർ, PS നടരാജപിള്ള, KA മുഹമ്മദ്, PT ചാക്കോ. പട്ടം താണുപിള്ള, R ശങ്കർ, PS നടരാജപിള്ള, KA മുഹമ്മദ്, PT ചാക്കോ മുതലായവർ തിരുവിതാംകൂറിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അല്ലെങ്കിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളാണ്. മദ്രാസിൽ നിന്നും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളുടെ പേര് ഏതൊക്കെയാണ്? മദ്രാസിൽ നിന്നും K മാധവ മേനോൻ, P കുഞ്ഞിരാമൻ, KTM മുഹമ്മദ് ഇബ്രാഹിം, B പോക്കർ, MK മേനോൻ, അബ്ദുൾ സത്താർ ഹാജി, മുഹമ്മദ് ഇസ്മയിൽ ഹാദി സാഹിബ് മുതലായവരാണ് മദ്രാസിൽ നിന്നും ഉള്ളവർ. യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നുള്ളത് ഡോക്ടർ ജോൺ മത്തായി. യുണൈറ്റഡ് പ്രൊവിൻസ് എന്ന് പറയുമ്പോഴത് UPയുടെ പഴയ പേരാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികൾ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ പല കമ്മിറ്റികളും ഉണ്ടായിരുന്നു. ആ കമ്മിറ്റികൾ നേതൃത്വം വഹിച്ചിരുന്ന ചെയർമാൻമാരുടെ പേരുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത്രയും ഉള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. PSCയിൽ ഇത് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു വരുന്നതാണ്. മൗലിക അവകാശ ന്യൂനപക്ഷ കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? മൗലിക അവകാശ കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? ന്യൂനപക്ഷ കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? സർദാർ പട്ടേൽ. മൗലിക അവകാശ കമ്മിറ്റിയുടെ ചെയർമാൻ സർദാർ പട്ടേൽ. ന്യൂനപക്ഷ കമ്മിറ്റിയുടെ ചെയർമാൻ സർദാർ പട്ടേൽ. മൗലിക അവകാശ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? JB കൃപലാനി. മൗലിക അവകാശ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ JB കൃപലാനി. മൈനോരിറ്റി സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? HC മുഖർജി. മൈനോരിറ്റി സബ് കമ്മിറ്റിയുടെ ചെയർമാൻ HC മുഖർജി. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെയും യൂണിയൻ പവർ കമ്മ്യൂണിറ്റിയുടെയും ചെയർമാൻ ആര്? ജവഹർലാൽ നെഹ്റു. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു. യൂണിയൻ പവർ കമ്മ്യൂണിറ്റിയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ റൂൾ ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. റൂൾ ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓർഡർ ഓഫ് ബിസിനസ് കമ്മ്യൂണിറ്റി ചെയർമാൻ ആരാണ്? KM മുൻഷി. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി ചെയർമാനാണ് KM മുൻഷി. ഇന്ത്യൻ ഭരണഘടനയുടെ ലേ ഔട്ട് തയ്യാറാക്കിയത് അഥവാ പുറംചട്ട തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. ഇന്ത്യൻ ഭരണഘടനയുടെ ലേ ഔട്ട് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നാരായൺ റായിസാദ്. ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നാരായൺ റായിസാദ്. ഹിന്ദി കയ്യെഴുത്ത് പതിപ്പ് തയ്യാറാക്കിയത് ആരാണ്? വസന്ത കൃഷ്ണൻ. ഹിന്ദി കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് വസന്ത കൃഷ്ണൻ. ഭരണഘടനയുടെ ഒറിജിനൽ 2 ഭാഷകളിലാണ് എഴുതിയിരിക്കുന്നത്. ഏതെല്ലാം ഭാഷകളിലാണ്? ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ 2 ഭാഷകളിലും ഒറിജിനൽ എഴുതിയിട്ടുണ്ട്. ഭരണഘടന സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി സമ്മേളിച്ചത്. അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി സമ്മേളിച്ചത്. അത് ഏത് തീയതിയിലാണ്? 1947 നവംബർ 17. നിയമനിർമ്മാണ സഭ ഭരണഘടനാ നിർമ്മാണ സഭ നിയമനിർമ്മാണ സഭയായി ആദ്യമായി സമ്മേളിച്ചത് 1947 നവംബർ 17 സ്വാതന്ത്ര്യത്തിന് ശേഷം. പൊതുജന അഭിപ്രായം അറിയാൻ ഭരണഘടനയുടെ കരട് രൂപം ഇന്ത്യയുടെ പ്രധാന പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചത് 1948 ഫെബ്രുവരി 28. അപ്പോൾ 1948 ഫെബ്രുവരി 28 പൊതുജനങ്ങളുടെ അഭിപ്രായം, ഭരണഘടനയെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയുന്നതിന് വേണ്ടി ഭരണഘടനയുടെ ഒരു കരട് രൂപം പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചു. അതെന്നാണ്? 1948 ഫെബ്രുവരി 28. 11 സെഷനുകളിൽ 165 ദിവസം അസംബ്ലി
സമ്മേളിച്ചിരുന്നു. അതായത് 11 സെഷനുകളിലായി 165 ദിവസം അസംബ്ലി സമ്മേളിച്ചിരുന്നു. ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കാൻ എടുത്ത സമയം എത്രയാണ്? 2 വർഷം 11 മാസം 18 ദിവസം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കാൻ എടുത്ത സമയം ഏതാണ്? 2 വർഷം 11 മാസം 18 ദിവസം. ഭരണഘടനാ നിർമ്മാണത്തിന് ചിലവാക്കിയ തുക എത്രയാണ്? 64 ലക്ഷം രൂപയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 നവംബർ 26. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്